സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള ബാണാസുര സാഗർ അണക്കെട്ട് കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പടിഞ്ഞാറത്തറയ്ക്കടുത്തുള്ള ബാണാസുര സാഗർ അണക്കെട്ടിലെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അണക്കെട്ടിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരെ നിന്ന് വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. അണക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് വന്ന സഞ്ചാരികളാണിത് കേട്ടോ. ഇതിവിടുന്ന് നടക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇവരിത് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിന് നമുക്ക് അങ്ങോട്ട് അണക്കെട്ടിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ വാഹനത്തെയും കാത്ത് നിൽക്കുകയാണ്. ഇവിടെയാണ് വാഹനം എത്തിച്ചേരേണ്ടത്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വാഹനത്തിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്ന ആളുകൾ കേട്ടോ. മേലെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗരോർജ്ജ പാനലുകൾ കേട്ടോ. വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തണലും ഉണ്ടാവും. അതിൽ ഡാമിൻ്റെ പ്രവേശനത്തിൻ്റെ ഫലത്ത് തന്നെ കുട്ടികൾക്കുള്ള ഇഷ്ടംപോലെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സമയമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഡാമിൻ്റെ മുമ്പ് വശത്ത് തന്നെ. അതുപോലെ തന്നെ ഡാമിൻ്റെ ഇവിടെ റോപ്പ് വേ സംവിധാനമുണ്ട്. അങ്ങനെ ഇതിവിടെ ഒരു ക്യൂ സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ആ ക്യൂ സിസ്റ്റത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വാനിൻ്റെ ടിക്കറ്റ് എടുത്തു 30 രൂപ, അല്ല 25 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ വാനിൽ യാത്ര ചെയ്യും കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. വാനിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ഇളകി മറിഞ്ഞ് കിടക്കുന്ന റോഡാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇതാണ് അവസ്ഥ. അങ്ങനെ ബാണാസുര സാഗറിൻ്റെ അണക്കെട്ടിൻ്റെ മേൽവശത്തെത്തി കേട്ടോ. വാന് സഞ്ചരിച്ച് മേൽവശത്തെത്തി. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വാന് വരാനുണ്ട്. ഇനി നടന്നു വരേണ്ട ആളുകൾക്ക് അതിലെ നടന്നു വരാനുള്ള പാതയുണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ആയിട്ട് വേഗം പോകേണ്ടത് ഉള്ളവർക്കൊക്കെ ഈ വാൻ സൗകര്യം ഉപയോഗപ്പെടുത്താം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ യാത്ര ചെയ്യുന്നതിന് 25 രൂപയാണ് ചാർജ്. അപ്പോൾ നമുക്ക് അണക്കെട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഗായ്സ്, ഇതാണ് അണക്കെട്ടിലെ ഉൾഭാഗത്തെ ഇപ്പോഴത്തെ കാഴ്ച. വെള്ളമെല്ലാം വളരെ കുറവാണ് കേട്ടോ. വെള്ളം വളരെ കുറവാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത്, ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ പകുതി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ വെള്ളം വളരെ കുറവായിരിക്കും. പക്ഷേ എന്നാലും ഡാം മൊത്തത്തിൽ നമുക്ക് കാണാനാണ് ഡാമിൻ്റെ പ്രധാന ഭാഗം. ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ. അവധിക്കാലമായതുകൊണ്ട് തന്നെ, സ്കൂളുകളൊക്കെ അടച്ച സമയമായതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ. ധാരാളം സഞ്ചാരികളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 100 മീറ്ററോളം വീതി ഉണ്ടാവും. ഈ ഡാമിൻ്റെ പ്രത്യേകത 100 മീറ്ററോളം ഈ ഡാമിന് വീതി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും 100 മീറ്ററോളം വീതിയിൽ മണ്ണിട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഡാം ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ റോഡുകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 മീറ്ററോളം വീതി കാണിക്കുന്നുണ്ട് കേട്ടോ. വറ്റി വരണ്ട് കിടക്കുക കേട്ടോ. ഡാം വറ്റി വരണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10:30 രാവിലെ. 10:30 സമയത്ത് ഉള്ള ഇവിടുത്തെ കാഴ്ചയാണ്. വയനാടായതുകൊണ്ട് വെയിലുണ്ടെങ്കിലും ചൂട് ഒരല്പം കുറവുണ്ട് കേട്ടോ. പശ്ചിമഘട്ടത്തിൽ കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് ഈ അണക്കെട്ട്. 1979 നിർമ്മാണം ആരംഭിച്ച് 2004 ഇത് പൂർത്തീകരിച്ചത്. 1 കിലോമീറ്റർ നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം.
എന്നാൽ അത് ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ല. ജലസേചനത്തിനും കൂടി ഈ അണക്കെട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. KSEBയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഈ ഡാമുള്ളത്. ഏകദേശം 200 കോടി രൂപയായിരുന്നു അന്ന് ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണ ചെലവായി കരുതിയിരുന്നത്. വിനോദസഞ്ചാരികളെ പ്രധാനമായിട്ടും ആകർഷിക്കുന്നത് ഈ അണക്കെട്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ്. വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വർഷം തോറും 10,000-കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ അണക്കെട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ലോകമെമ്പാടും വാർത്തയായതോടുകൂടി തന്നെ വിദേശത്തുനിന്ന് പോലും സഞ്ചാരികൾ ഈ അണക്കെട്ട് കാണുന്നതിനായി വരാറുണ്ട്. ഈ അണക്കെട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സുന്ദരമായ കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെറുതെ ഇങ്ങനെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ബാണാസുര സാഗർ അണക്കെട്ട്. കാരണം മറ്റ് അണക്കെട്ടുകൾ പോലല്ല, ഇത് പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ അണക്കെട്ടായതുകൊണ്ട് തന്നെ ഇതിലെ മേലെ കൂടെ നടന്നു പോകാൻ വളരെ സുരക്ഷിതത്വമാണ്, നല്ലോണം വീതിയുണ്ട്. മറ്റ് അണക്കെട്ടുകളൊക്കെ ഇടുങ്ങിയ അണക്കെട്ടുകളാണല്ലോ. ഇതിപ്പോൾ റോഡ് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ മേളിൽ കൂടെയുള്ള റോഡ് ഒരു ഹൈവേ പോലത്തെ റോഡാണ്. അപ്പോൾ വളരെ ഈ അണക്കെട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന സോളാർ പാനലുകളാണ് കേട്ടോ. ഈ സോളാർ പാനലുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സോളാർ പാനൽ ഇതുപോലെ ഇങ്ങനെ വിരിച്ചു വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ കൂടെ നടക്കുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു സൗകര്യം കൂടി യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ സോളാർ പാനലിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി ഇവിടെ ശേഖരിച്ചിട്ട് KSEB അത് ട്രാൻസ്ഫോമറുകൾ വഴി പുറത്തേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഈ പ്രദേശത്തിന് ഉണ്ട്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി പൂർത്തീകരിക്കും എന്ന് വിചാരിക്കാം. കൽപ്പറ്റയിൽ നിന്ന് ചെറിയ ദൂരമുള്ളൂ കേട്ടോ, ഏകദേശം 15 കിലോമീറ്ററേ ഉള്ളൂ കൽപ്പറ്റയിൽ നിന്ന്. മാനന്തവാടിയിൽ നിന്നാണെങ്കിൽ ഏകദേശം 20-22 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് വരാനുള്ള യാത്രാമാർഗം കേട്ടോ. ഈ ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് ബസ് സർവീസ് ഒന്നുമില്ല, പക്ഷേ പടിഞ്ഞാറത്തറ എന്ന് പറഞ്ഞ ടൗൺ വരെ ബസ് സർവീസ് ഉണ്ട്. അവിടുന്ന് ഇഷ്ടംപോലെ ഓട്ടോറിക്ഷയോ മറ്റ് സൗകര്യങ്ങളിലൊക്കെ ആ രീതിയിൽ വരുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാം കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 40 രൂപയാണ്. മൊബൈൽ വീഡിയോഗ്രാഫിക്കൊന്നും പ്രത്യേകിച്ച് പൈസയൊന്നും ഏർപ്പാടാക്കുന്നില്ല. പിന്നെ നിങ്ങളൊന്ന് നോക്കൂ, ഈ പ്രകൃതി ഭംഗി കണ്ടാൽ ആരാണ് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാതിരിക്കുക? ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഈ ബാണാസുര സാഗർ അണക്കെട്ട് കാണാൻ തീർച്ചയായും വന്നുകൊണ്ടേയിരിക്കും. ബാണാസുര സാഗർ അണക്കെട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സുജി മീഡിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.